പിരിയാൻ സാധിക്കാത്ത വിധം പുസ്തകങ്ങൾ ജീവിതത്തിൽ സ്ഥാനം പിടിച്ചപ്പോൾ അധ്യാപകനും പ്രഭാഷകനുമായ KN രാധാകൃഷ്ണൻ മാസ്റ്ററുടെ വീട് ഒരു ഗ്രന്ഥാലയമായി. വേദോപനിഷത്തുകൾ, ദർശന ഗ്രന്ഥങ്ങൾ, 18 പുരാണങ്ങൾ, വിശ്വസാഹിത്യത്തിലെയും ഇന്ത്യൻ സാഹിത്യത്തിലെയും പ്രാചീന കൃതികൾ, വിജ്ഞാനകോശങ്ങൾ, വിശ്വവിജ്ഞാനകോശങ്ങൾ തുടങ്ങി 5000-ൽ പരം പുസ്തകങ്ങളാൽ സമ്പന്നമാണ് രാധാകൃഷ്ണൻ മാസ്റ്ററുടെ ഗ്രന്ഥാലയം. എൻ്റെ ഗ്രന്ഥാലയത്തിൽ ലോക ക്ലാസിക്കിലെ ഒട്ടനവധി പുസ്തകങ്ങളുണ്ട്. നമ്മൾക്കിപ്പോൾ ഒരു കാര്യം ഇന്നറിയണമെങ്കിൽ ഗൂഗിളിലൊക്കെയുള്ള സംവിധാനമുണ്ടെങ്കിലും നമുക്ക് ചില പാരമ്പര്യമായ ചില രീതികളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പുസ്തകങ്ങൾ. അത് നമ്മുടെ മുന്നിൽ വെച്ച് അത് തുറന്ന് കാണുക. ആ അർത്ഥത്തിൽ ഇപ്പോൾ സർവ്വവിജ്ഞാനകോശം 12 വാള്യം, അതിലെ അക്ഷരമാലാക്രമത്തിൽ ഏത് വിഷയം എടുത്ത് ചോദിച്ചാൽ നമുക്ക് നോക്കാൻ പറ്റും. അഖില വിജ്ഞാനകോശമുണ്ട്, ലെക്സിക്കൽ നിഘണ്ടുണ്ട്, ശബ്ദധാരാവലിയുണ്ട്. അത്തരം നിഘണ്ടുക്കളോടൊപ്പം തന്നെ അപൂർവമായിട്ട് കിട്ടാത്ത ഒട്ടനവധി. ഇപ്പോൾ യോഗാവാസിഷ്ടം എന്നൊരു പുസ്തകമുണ്ട്, വളരെ പ്രധാനപ്പെട്ട രാമായണത്തിൽ മുന്നോടിയായിട്ട് വരുന്നതാണ് യോഗാവാസിഷ്ടം. അത് കണ്ണൂർ കിട്ടില്ല എന്നറിയാം, പക്ഷേ കോഴിക്കോട് പോയിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ പുസ്തകത്തിന് വേണ്ടി അലയുന്നൊരു ജന്മമാണെന്ന് പറയാം. അല്ലെ, പുസ്തകങ്ങൾ സൂക്ഷിക്കുക. പുസ്തകങ്ങളോടാണ് എൻ്റെ പ്രണയം. വായനയ്ക്ക് മാത്രമായി ഒരു ദിവസം മാറ്റിവെക്കുന്നത് 6 മണിക്കൂറുകൾ. ചെറുപ്പകാലം മുതൽക്ക് തന്നെ വായനക്കായി ഒഴിഞ്ഞുവെച്ച ജീവിതം. ശാസ്ത്രവും സാങ്കേതിക വിദ്യകളും എത്ര വളർന്നാലും വായന ഇല്ലാതാകുന്നില്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം. അധ്യാപകൻ എന്നതിലുപരി മികച്ചൊരു പ്രഭാഷകൻ കൂടിയാണ് രാധാകൃഷ്ണൻ മാസ്റ്റർ. ഇതിനോടകം 3000-ലധികം വേദികളിൽ പ്രഭാഷണം നടത്തിയെന്ന ഖ്യാതി മാസ്റ്റർക്ക് സ്വന്തം. പ്രഭാഷക കേസരി പുരസ്കാരം, കണ്ണാടിപ്പറമ്പ് ജ്യോതിർഗമയുടെ പ്രഥമ വാഗ്ദേവി പുരസ്കാരം, ഭക്തി സംവർദ്ധിനി യോഗത്തിന്റെ NK രാമകൃഷ്ണൻ എൻറോൾമെന്റ് തുടങ്ങിയവ മാസ്റ്ററെ തേടിയെത്തിയിട്ടുണ്ട്. ഏതാണ്ട് 3000-ലധികം പ്രഭാഷണങ്ങൾ നടത്തി കഴിഞ്ഞു. അത് കുടുംബ സദസ്സുകളിൽ നടത്തിയിട്ടുണ്ട്, സാഹിത്യ വേദികളിലുണ്ട്, അതോടൊപ്പം തന്നെ സ്കൂളുകളിൽ കുട്ടികളുടെ മുന്നിൽ നടത്തിയിട്ടുണ്ട്, കോളേജുകളിൽ നടത്തിയിട്ടുണ്ട്. ആധ്യാത്മിക പ്രഭാഷണങ്ങളൊക്കെ ചേർന്നൊരു 3000 വരും. ഈ പ്രഭാഷണം എന്ന് പറയുമ്പോൾ ഒരു വിഷയം എടുത്ത് പോയിട്ട് തോന്നിയത് പറയുന്നത് അല്ല എൻ്റെ രീതി. പഠിച്ച് പറയണം. ഇപ്പോൾ 1.5 മണിക്കൂർ നേരത്തെ പ്രഭാഷണത്തിന് ഞാൻ ഒരു 5-6 മണിക്കൂർ എനിക്കറിയുന്ന 100 ആവർത്തി, ഇപ്പോൾ രാമായണത്തെ പറ്റിയൊരു പ്രഭാഷണം നടത്തണമെങ്കിൽ പോലും എത്രയോ വർഷം രാമായണ പ്രഭാഷണം നടത്തിയാലും ഒരു 6 മണിക്കൂർ ഞാൻ പഠിച്ചിട്ടേ പോകും. ഇപ്പോൾ പുരസ്കാരങ്ങൾ പ്രധാനപ്പെട്ട 4-5 പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. 2000 പ്രഭാഷണം നടത്തിയപ്പോഴാണ് കേരള എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു പ്രഭാഷക കേസരി പുരസ്കാരം തന്നത്. കണ്ണാടിപ്പറമ്പിൽ അതിരുദ്ര മഹായജ്ഞം നടത്തിയ ശ്രീധരൻ നമ്പ്യാരുടെ സ്മരണാർത്ഥമുള്ള ആദ്യത്തെ വാഗ്ദേവി പുരസ്കാരം അത് ജ്യോതിർഗമയുടെ പേരിൽ കിട്ടിയിട്ടുണ്ട്. പിന്നീട് തളാപ്പ് കേന്ദ്രീകരിച്ചുള്ള തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രത്തെ നിന്ന് ഭക്തി സംവർദ്ധിനി യോഗത്തിൻ്റെ TK രാമകൃഷ്ണൻ മാസ്റ്റർ എൻറോൾമെൻറ്റ് പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. പിന്നീട് രാമായണ കീർത്തി പുരസ്കാരം ഉണ്ട്. അങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ ഓരോ അവസരങ്ങളായിട്ട് ലഭിച്ചിട്ടുണ്ട്. 30 വർഷമായി കമ്പിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പലായ രാധാകൃഷ്ണൻ മാസ്റ്റർ ആർഷ സംസ്കാര ഭാരതി സംസ്ഥാന അധ്യക്ഷനാണ്. പള്ളിക്കുന്ന് രാധാവിലാസം UP സ്കൂൾ ഹെഡ് മാസ്റ്റർ P ദാമോദരന്റെയും KN രോഹിണിയുടെയും മൂത്ത മകനായിട്ടാണ് KN രാധാകൃഷ്ണൻ മാസ്റ്ററുടെ ജനനം. അക്ഷര കോളേജ് അധ്യാപിക ഷീജയാണ് ഭാര്യ. മകൻ നവനീത് കൃഷ്ണൻ. ഈ വായനാ ദിനത്തിൽ വായനാശീലം അന്യമായി കൊണ്ടിരിക്കുന്ന പുതുതലമുറയ്ക്ക് മാതൃകയാണ് KN രാധാകൃഷ്ണൻ മാസ്റ്റർ. വായനാശീലം മറന്ന് ആധുനിക യുഗത്തിന്റെ മുഖച്ഛായ സ്മാർട്ട് ഫോണുകളിലേക്ക് ഒതുങ്ങിയ പുതുതലമുറയുടെ ഇടയിൽ വായനാ ദിനത്തിന്റെ പ്രാധാന്യമേറെയാണ്. ഇന്ന് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 6000-ലധികം പുസ്തകങ്ങളുണ്ട്. ഒരു 10ഓളം അലമാരകളിൽ അത് ഭംഗിയാക്കി. എനിക്ക് ഏറ്റവും പറയാനുള്ളത് ഒരു ഭംഗിയായിട്ട് പുസ്തകങ്ങൾ വെക്കണം. അത് ഞാൻ പ്രത്യേക രീതിയിൽ ഓരോ സാഹിത്യം, അതിലെ കവിതകൾ, നാടകങ്ങൾ, കഥകൾ, അത് വേറെ വിഭാഗം, ആധ്യാത്മികതയുടെ വിഭാഗം, കായികരംഗം, സംഗീതത്തെ പറ്റിയുള്ള ധാരാളം പുസ്തകങ്ങളുണ്ട്. ഇത് 10-30-40 വർഷമായിട്ട് തുടങ്ങിയെങ്കിലും ഇപ്പോഴാണ് അതിന് ഞാനൊരു
ഒരു 10 വർഷത്തിന് പുറത്താണ് അത് ക്രോഡീകരിച്ച് ഇത്രയും ഭംഗിയാക്കിയത്. പുസ്തകങ്ങളെ എനിക്ക് ഞാൻ പ്രണയിക്കുന്നത് പോലെ പുസ്തകങ്ങൾ ഞാൻ വായിക്കാൻ ധാരാളം പേർക്ക് കൊടുത്തിരുന്നെങ്കിലും ഒറ്റ പുസ്തകങ്ങളും എനിക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. അതുകൊണ്ടിപ്പോൾ നിർബന്ധ ബുദ്ധിയ പുസ്തകങ്ങൾ എല്ലാം എൻ്റെ വായനശാലയിലെ അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളൊക്കെ കാണാം, പക്ഷേ അത് ചോദിക്കരുത് എന്നാണ് എൻ്റെ എളിയ അഭിപ്രായം. കാരണം അത് റീപ്രിൻ്റ് ഇല്ല. ഒരു പുസ്തകം നമ്മൾ വാങ്ങിയാൽ ഒരു 1000 കോപ്പി അടിച്ച പുസ്തകങ്ങളൊന്നും പിന്നീട് ഇറങ്ങില്ല, റീപ്രിൻ്റ് ഇല്ല. അങ്ങനെയുള്ള ഒരുപാട് പുസ്തകങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എൻ്റെ ഗ്രന്ഥാലയത്തിന് ഞാനൊരു പേര് കൊടുത്തിട്ടുണ്ട്, ചിന്മയി എന്നാണ്. ചിന്മയി എന്ന് പറയുന്നത് ചിത്ത് എന്നുള്ളത് മനസ്സാണ്, മനസ്സിന് ബോധം നൽകുന്നവൾ എന്നാണ് അർത്ഥം. നമുക്കറിവ് നൽകുന്ന ആ അർത്ഥത്തിൽ എല്ലാ ദേവതമാരും സ്ത്രീ സങ്കല്പത്തിലാണല്ലോ. നമ്മുടെ ധനദേവത സ്ത്രീയാണ്, ബുദ്ധിയുടെ ദേവത സ്ത്രീയാണ്, ശക്തിയുടെ ദേവത സ്ത്രീയാണ്. അപ്പോൾ ഈ ചിന്മയി ആണ് ആ അർത്ഥത്തിലും എൻ്റെ ഈ വായന മുറിയുടെ പേര്. വായനയാണ് ഒരു മനുഷ്യനെ പൂർണ്ണനാക്കുന്നത്. വായന നമുക്ക് അറിവ് പകരുകയും സംസ്കാരത്തെ തിരിച്ചറിയാൻ സഹായിക്കുകയും ചെയ്യുന്നു. വായനയുടെ പ്രാധാന്യം മനസ്സിലാക്കി വായിച്ചു വളരാം എന്ന പ്രതിജ്ഞയോടെ നമുക്ക് ഓരോരുത്തർക്കും ഈ വായനാ ദിനം രാധാകൃഷ്ണൻ മാസ്റ്ററോടൊപ്പം ആചരിക്കാം. ഇന്നറിയാൻ കണ്ണൂർ.